നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് കോട്ടൺ ഉണ്ടാക്കുന്ന പ്ലാന്റാണ്, ട്രീ ആണ്. ഇത് കണ്ടോ, ഇതാണ് ട്രീ. ഇത്രയും വലുതായി നിൽക്കുന്ന ട്രീ ആണ്. ഇലകളൊന്നുമില്ല. ആ ഹാങ് ചെയ്യണത് മൊത്തം കോട്ടൺ ഉണ്ടാവണ അതിൻ്റെ സീഡാണ്. സീഡ് ഇത്രയും കണ്ടിട്ട് മൊത്തം ഹാങ് ചെയ്യണത് അതിൻ്റെ സീഡാണ്. സീഡ് ഫസ്റ്റ് ഇതേപോലെ ഗ്രീൻ കളറാവും. ഗ്രീൻ കളർ സീഡ്, ഗ്രീൻ കളർ സീഡാവും. സീഡ് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഉണങ്ങി ഇതേപോലെ ബ്രൗൺ കളറാവും. ബ്രൗൺ കളറായി അത് മൊത്തം ഇങ്ങനെ ബേസ്റ്റ് ആവും. അത് ഓട്ടോമാറ്റിക്കലി ബേസ്റ്റ് ആവും. എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കോട്ടൺ, ഇതൊക്കെ കണ്ട, ഇതെല്ലാം കോട്ടൺ ആണ്. ഇതതിൻ്റെ കുരുവാണ് ഈ കോട്ടൺ. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് ഒറിജിനൽ കോട്ടൺ മാനുഫാക്ചർ ചെയ്യുന്നത്. പില്ലോ, ബെഡിനെല്ലാം വേണ്ടി യൂസ് ചെയ്യണത്. അത് പഴുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ബ്രൗൺ കളറാവുമ്പോൾ അത് തന്നെ താഴെ വീഴും. ഞങ്ങൾക്കിപ്പോൾ താഴേന്ന് കിട്ടിയതാണ്. ഇത് മരം ഇത്രയും ഹൈറ്റിലാണ് മരം. നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളൊരു വാക്കിങ്ങിന് വന്നപ്പോൾ കണ്ട, താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നു. അപ്പോൾ പിള്ളേരുകളത് എടുത്തതാണ്. ഇത് തന്നെ അതെല്ലാം ഇങ്ങനെ കാറ്റ് കൊള്ളപ്പോൾ കാറ്റത്ത് ഇങ്ങനെ തന്നെ പറന്നു പോവും. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ കോട്ടൺ എടുത്തിട്ട് അതുകൊണ്ട് പില്ലോ ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. നമ്മുടെ പണ്ടത്തെ അമ്മാമ്മമാരെല്ലാം അങ്ങനെയാണത് ചെയ്തത്. കണ്ടോ പിള്ളേരുകൾ കളിക്കുന്നത് കണ്ടോ, ഇതെല്ലാം കോട്ടൺ.